നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. നെടുമ്പ്രം പഞ്ചായത്ത് 12-ാം വാർഡിൽ വൈക്കത്തില്ലത്ത് വയോജനങ്ങൾക്ക് വേണ്ടി വയോജനങ്ങളുടെ കൂട്ടായ്മ ഒരു ഷെൽട്ടർ പണിതു. പ്രായമായ ആളുകൾക്ക് ഒത്തൊരുമിച്ച് കൂടുന്നതിനും കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഷെൽട്ടർ അവർ തന്നെ പണി കഴിപ്പിച്ചത്. പക്ഷേ ഷെൽട്ടർ പണിത് ഏതാണ്ട് 2 ആഴ്ച ആകുമ്പോൾ തന്നെ ഈ ഷെൽട്ടർ നശിപ്പിക്കപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. രാത്രിയുടെ മറവിൽ JCB കൊണ്ട് ഈ ഷെൽട്ടർ ഇടിച്ചു പൊളിച്ച് കളയുകയായിരുന്നു. ആരാണ് ചെയ്തത് എന്ന് വ്യക്തമായ ധാരണയില്ല. കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെയ്ത ആളുകളെ തങ്ങൾക്കറിയാമെന്ന് ഇവരെല്ലാവരും പറയുന്നു. തെളിവില്ലാത്തത് കൊണ്ടാണത്രേ അത് പുറത്തുവിടാതിരിക്കുന്നത്. എന്തായാലും നെടുമ്പ്രം വൈക്കത്തില്ലത്തുള്ളവർക്ക് കൃത്യമായിട്ട് ഈ വിഷയം അറിയാം. ആരാണ് ചെയ്തതെന്നും അറിയാം, ആരെക്കൊണ്ടാണ് ചെയ്യിച്ചതെന്നും അറിയാം. എന്തായാലും കാണിച്ചത് അങ്ങേയറ്റം പിതൃശൂന്യതയായിപ്പോയി എന്നേ പറയാൻ തരമുള്ളൂ. ഈ വിഷയത്തിൽ സംഘടനയുടെ നേതാവായ ജേക്കബ് തോമസ് തെക്കേപ്പുരയ്ക്കൽ തിരുവല്ല മീഡിയയോട് പ്രതികരിക്കുന്നത് കൂടി കേൾക്കുക. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നെടുമ്പ്രം പഞ്ചായത്തിലെ വൈക്കത്തില്ലം എടത്തുവ റോഡിൻ്റെ സൈഡിലാണ്. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചാനലുകളുമായി കാണാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, ഞങ്ങളുടെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വിശ്രമ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ കൂടെയുള്ളത് ശ്രീ CP കുര്യൻ, നെടുമ്പ്രം പെരിങ്ങര പഞ്ചായത്ത് വയോജന സമിതിയുടെ പ്രസിഡൻ്റാണ്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സജീവ പ്രവർത്തനവും ഇതിൻ്റെ കൺവീനറുമായ തോമസ് സാറാണ് എൻ്റെ ഈ വശത്ത് നിൽക്കുന്നത്. CE തോമസ് ചിറയമാലിൽ. ഞങ്ങൾ ഇപ്പോഴത്തെ നിലയിൽ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത്. കാരണം 3.5 ലക്ഷം രൂപയോളം ചിലവഴിച്ച് ഞങ്ങളിവിടെ നിർമ്മിച്ച വയോജന വിശ്രമ കേന്ദ്രം ഏതോ സാമൂഹ്യ വിരുദ്ധർ അവരുടെ കുബുദ്ധികളുടെ പ്രേരണയാൽ നശിപ്പിച്ചത് ആണ് ഈ വിഷയത്തിന് കാരണം. ഇന്ന് 2 ദിവസം മുമ്പ് രാത്രി 12 മണിക്ക് ശേഷം ആരോ അജ്ഞാതരെ മുഖംമൂടികൾ ധരിച്ച് ടിപ്പർ ലോറിയിൽ വന്ന് ഞങ്ങളുടെ ഷെഡിൻ്റെ വശങ്ങൾ ഇടിച്ച് തകർത്ത് താഴെ ഇടുകയാണ് ഉണ്ടായത്. ഈ റോഡിൽ കിടന്ന റോഡ് ബ്ലോക്കായി വീണ ഷീറ്റിൻ്റെ മേളിൽ കൂടി ടിപ്പർ കയറ്റി ഇറക്കി നശിപ്പിക്കുകയും അതിൻ്റെ ബീമുകളൊക്കെയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഉപയോഗശൂന്യമായ രീതിയിൽ ആ ഷെഡ് മാറ്റി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ട് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് അന്വേഷിച്ച ശേഷം വഴിയിലേക്ക് കിടന്ന പോർഷൻ അവർ തന്നെ തള്ളി ഞങ്ങളുടെ ഭാഗത്തേക്ക് മാറ്റി. ഇന്ന് രാവിലെ ഞങ്ങളതെല്ലാം വിളിച്ചു മാറ്റി ഒരു ടെമ്പററി ഷെഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് 121 അംഗങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകരായിട്ടുണ്ട്. എല്ലാം പ്രായമായ ആളുകളാണ്. ഗവൺമെൻറ് പ്രായമായ ആളുകൾക്ക് പ്രത്യേക പരിഗണന പറയുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കൊടുക്കുന്നുണ്ട്. പക്ഷേ വളരെ നീചമായ രീതിയിലുള്ള ഒരു അവഗണനയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തിട്ട് ഇതുവരെ അതിൻ്റെ മഹസർ തയ്യാറാക്കി അതിൻ്റെ ഫർദർ നടപടികളിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇവിടെ അടുത്തുള്ള പുതിയകാവ് അമ്പലത്തിൽ CCTV ക്യാമറ ഉണ്ട്, അതിനടുത്തുള്ള കടയിലുണ്ട്. ഈ വഴിയിൽ അങ്ങോളം ഇങ്ങോളം CCTV ക്യാമറയുടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ ഏത് ലോറിയാണ് ഏത് ടിപ്പറാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ഇതിനൊന്നും തുനിഞ്ഞതായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ഇതിന് മറുപടി കിട്ടിയിട്ടില്ല. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഫണ്ടിൻ്റെ 8% ഇതിനായി മാറ്റിവെക്കണമെന്നുണ്ട്. പഞ്ചായത്തോ അത് ചെയ്യുന്നില്ല. സ്വയം കാശ് പിരിച്ച് ആളുകളിൽ നിന്ന് കളക്ഷൻ നടത്തിയാണ് ഈ 3 ലക്ഷം രൂപയുടെ ചിലവ് വരുന്ന ഈ സംവിധാനം ഞങ്ങൾ ചെയ്തത്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പഴയ കാലത്തെ പൊടിയാടി എടത്തുവ റോഡിൻ്റെ പഴയ റോഡാണ്. വൈക്കത്തിലത്ത് പുതിയ പാലം വന്നപ്പോഴാണ് ഇപ്പോൾ കാണുന്ന പുതിയ റോഡുണ്ടായത്. ഈ റോഡിൻ്റെ സൈഡ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇതിന് സൈഡിലുണ്ടായിരുന്ന മണ്ണെടുത്താണ് ആ പുതിയ റോഡ് നിർമ്മിച്ചത്. ഇത് മുഴുവൻ പുറമ്പോക്ക് സ്ഥലമാണ്. ഈ ഞങ്ങളുടെ സ്ഥലത്തോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്ത് നെടുമ്പ്രം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെഡുണ്ട്. അതുപോലെ തന്നെ അതിനപ്പുറത്ത് വീടുകളിലേക്ക് പോകാൻ ആളുകൾ റോഡ് നികത്തി
മണ്ണിട്ട് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് മൃഗാശുപത്രിയുണ്ട്, ഗവൺമെൻറ് മൃഗാശുപത്രിയുണ്ട് നെടുമ്പറം പഞ്ചായത്തിൽ. അങ്ങനെ പല സ്ഥാപനങ്ങളും ഈ പുറമ്പോക്ക് സ്ഥലത്ത് കയ്യേറിയിട്ടുണ്ട്. പുറമ്പോക്ക് കയ്യേറുന്നത് നല്ലതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ വയോജനങ്ങൾക്ക് വിശ്രമിക്കാനും വന്നിരുന്ന വർത്തമാനം പറയാനും മറ്റ് ജനങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ളൊരു കേന്ദ്രമാക്കിയാണ് ഞങ്ങളിത് ഉദ്ദേശിച്ചത്. ഇത് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ റോഡിൽ നിന്ന് ഒഴിഞ്ഞുള്ള സ്ഥലമാണ്. ഇതിന് പുറകിലുള്ളൊരു വസ്തുവിൻ്റെ ഉടമസ്ഥരുടെ ബന്ധു ഞങ്ങൾക്കെതിരെ തിരുവല്ല മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിലെ 2 പ്രതികളാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത്. അതുകൂടാതെ ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറി ചെറിയാനും പ്രതിയാണ്. ഞങ്ങളതിനെ വക്കീൽ മുഖേന വക്കാലത്ത് കൊടുത്ത് കേസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസർ വന്നു. വില്ലേജ് ഓഫീസർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അവർ അത് കേട്ടിട്ട് മടങ്ങിപ്പോയി. PWD ഓഫീസിൽ അവർ പറ്റീഷൻ കൊടുത്തിരുന്നു. PWD ഓഫീസിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾ ഇതിന് മറുപടി കൊടുത്തു. ഇന്നതാണ് സാഹചര്യം. അവരിൽ നിന്നും കാര്യമായ പ്രതിഷേധമോ എതിർപ്പോ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ ഷെഡ് പണിഞ്ഞതിന് പുറകിലുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥർ എന്ന് അവകാശപ്പെട്ട് ഈ കേസ് കൊടുത്തുള്ള വിജയമ്മ എന്ന് പറയുന്ന ഒരു വനിതയാണത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് കിട്ടിയ പേപ്പറിൽ അവരുടെ പേരുണ്ട്. ആ ആളൊഴികെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ്. ഈ ഷെഡ് പൊളിച്ച് താഴെയിട്ട് ഇപ്പം 2ാം ദിവസമാണ്. ഈ ഷെഡ് കിടക്കുന്നത് കണ്ടിട്ട് ആളുകൾ പറഞ്ഞു ഇത് വല്ല കഷ്ടമായി പോയല്ലോ, ഇത് ആരാണ് ചെയ്തത്, അവരെ പിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. ശിക്ഷിക്കാനുള്ള അധികാരം നമുക്കില്ല. നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ഇന്നലെയും വന്ന് ഇവിടെ അന്വേഷിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ കാര്യമായ നീക്കം വരുന്നില്ല. ഞങ്ങൾക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, ഈ വയോജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഈ കേന്ദ്രം പൂർവ്വസ്ഥിതിയിൽ പണിത് വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ട എല്ലാവിധ പിന്തുണയും നാട്ടുകാരുടെയുണ്ട്, അധികാരികളിൽ നിന്നും അതിന് പിന്തുണയുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എങ്കിൽ ഇത് ഞങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.